അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരുമെന്ന് തോന്നുന്ന രീതിയിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ MLA കാണാൻ പറ്റുന്നത് സ്ഥാനാർത്ഥി ആയത് കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വന്തം കൊച്ചുങ്ങളെ എടുത്ത് ഫോട്ടോ എടുത്ത് ഇടാറില്ലെങ്കിൽ മുകേഷ് ആ കുഞ്ഞിന്റെ ഒപ്പം ഫോട്ടോ എടുത്തിരുന്നാണ്ട് ഞങ്ങളൊക്കെ സന്തോഷം. മുകേഷ് സ്ഥാനാർത്ഥി ആവുമെന്ന് കേട്ട പാതി പിന്നെ കൊല്ലത്തായി. പക്ഷെ എങ്കിലും കൊല്ലത്ത് താമസം ഉണ്ടോന്ന് എനിക്ക് അറിയണം. തിരുവനന്തപുരത്ത് പോകുമായിരിക്കും, കാരണം കാർ എപ്പോഴും അങ്ങോട്ട് പോയി വരുന്നതൊക്കെ കാണുന്നുണ്ട്. മുകേഷ്, ഞങ്ങളൊന്ന് ചോദിക്കുന്നു. നമസ്കാരം, ഉത്തരത്തിലേക്ക് സ്വാഗതം. മുകേഷിന്റെ വികസനങ്ങളാണെങ്കിൽ എന്താ പറയാ, 5 വർഷം മുമ്പ് പണി പൂർത്തിയാക്കി തരുമെന്ന് പറഞ്ഞ പെരുമൺ പാലമോടെ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരുമെന്ന് തോന്നുന്ന രീതിയിൽ നിൽപ്പുണ്ട്. കാരണം അവിടെ പകുതി ചെയ്തു, ഇവിടെ പകുതി ചെയ്തു, നടുക്ക് ചെയ്തിട്ടില്ല. പാലം അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഈ നഗരത്തിലെ റോഡുകളൊന്ന് നോക്കും, പല സ്ഥലത്ത് റോഡുകൾ പണിയായിട്ട് കിടക്കുന്നു. അഷ്ടമുടി റോഡൊക്കെ, പെരുമൺ അഷ്ടമുടി റോഡ് 2.5 വർഷം പണിയാതെ കിടന്ന് ഞങ്ങൾ നിരന്തര സമരം ചെയ്ത അവസാനം അതൊന്ന് പണിത് കിട്ടിയത്. പിന്നെ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത ലിങ്ക് റോഡിന്റെ നവീകരണ പ്രവർത്തനം നാണമില്ലേ? അവിടെ കുറച്ച് ടാറ് പോയി ഗട്ടർ വന്നതിന് അതിനും മരുമോൻ റിയാസിന്റെ ഉദ്ഘാടനം, മുകേഷിന്റെ ഉദ്ഘാടന സമയത്ത് അധ്യക്ഷ പ്രസംഗം, ഞങ്ങൾ ഇത് നവീകരിക്കുന്നു. മിസ്റ്റർ മുകേഷ്, ഞങ്ങളൊന്ന് ചോദിക്കുന്നു. 1.5 വർഷക്കാലമായി KSRTC ബസ് ടെർമിനൽ മുതൽ ഓലയിൽ കടവ് വരെയുള്ള റോഡ് ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പണം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ട് നിങ്ങൾ എന്തിന് അടച്ചിട്ടിരിക്കുന്നു? അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഈ ലിങ്ക് റോഡിന്റെ 4ാം ഘട്ടത്തെ കുറിച്ച് ഫീസിബിൾ സ്റ്റഡി പോലും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. തേവള്ളി പാലത്തിന്റെ അടിയിൽ കൂടി ആ പാലം പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ പില്ലറുകൾക്ക് പ്രശ്നം വരും, ആഘാതമുണ്ടാകും. അതുകൊണ്ട് ആ പണി മുട്ടി നിൽക്കുന്നു, മുടങ്ങി നിൽക്കുന്നു. എന്ന് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ കഴിയുന്നില്ല. ഒരു വികസന പ്രവർത്തനം പോലും കൊല്ലം നിയോജക മണ്ഡലത്തിൽ ശ്രീ മുകേഷ് നേരാവണ്ണം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ആണ്ടിലൊരിക്കൽ വന്ന് ഉദ്ഘാടനം നിർവഹിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ MLA കാണാൻ പറ്റുന്നത് സ്ഥാനാർത്ഥി ആയതുകൊണ്ട്. യുവജനോത്സവത്തിന് ഒരു ദിവസം വന്നുപോയി. അതിനു മുമ്പ് അദ്ദേഹം വന്നുപോയത് ഓയൂരിലെ കുഞ്ഞിനെ കാണാൻ ഇല്ലാതായ ആ വിവരം 1.5 ദിവസം കേരളം ഉറങ്ങാതിരുന്നപ്പോഴൊന്നും മുകേഷ് നമ്മൾ കണ്ടില്ല കേട്ടോ. കുട്ടിയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വന്തം കൊച്ചുങ്ങളെ എടുത്ത് ഫോട്ടോ എടുത്ത് ഇടാറില്ലെങ്കിൽ മുകേഷ് ആ കുഞ്ഞിന്റെ ഒപ്പം ഫോട്ടോ എടുത്തിരുന്നാണ്ട് ഞങ്ങളൊക്കെ സന്തോഷിച്ച്. അത് കഴിഞ്ഞ് യുവജനോത്സവത്തിനാണ് കണ്ടത്. യുവജനോത്സവം കഴിഞ്ഞ് ആളിനെ കാണാനില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുമ്പോൾ ദേ വരുന്നു തെരഞ്ഞെടുപ്പിൽ മുകേഷ് സ്ഥാനാർത്ഥി ആവുമെന്ന് കേട്ട പാതി പിന്നെ കൊല്ലത്തായി. പക്ഷെ എങ്കിലും കൊല്ലത്ത് താമസം ഉണ്ടോന്ന് എനിക്ക് അറിയണം. തിരുവനന്തപുരത്ത് പോകുമായിരിക്കും, കാരണം കാർ എപ്പോഴും അങ്ങോട്ട് പോയി വരുന്നതൊക്കെ കാണുന്നുണ്ട്. കൊല്ലം അസംബ്ലി മണ്ഡലത്തിന് ഒരു നായകനില്ലാത്ത, നാഥനില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പൊ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ഏറ്റവും വലിയ തമാശ, ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ കുടുംബത്തിനും സ്വന്തം അംഗമാണ് ശ്രീ NK പ്രേമചന്ദ്രൻ MP. അദ്ദേഹത്തെ ഓർത്ത് അഭിമാനിക്കാത്തവരായിട്ട് രാഷ്ട്രീയ എതിരാളികൾ പോലും കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഇല്ല. ഇന്ത്യ രാജ്യത്ത് പാർലമെന്റേറിയന്മാർക്ക് ഏത് അവാർഡ് ഏർപ്പെടുത്തിയാലും അതിൽ 1ാം സ്ഥാനത്ത് എല്ലായ്പ്പോഴും എത്തുന്നത് പ്രിയപ്പെട്ട ശ്രീ പ്രേമചന്ദ്രൻ MP ആണ്. അതുപോലെ തന്നെ പാർലമെന്റ് നടത്തുന്ന ഡിബേറ്റുകൾ എത്ര മനോഹരമായാണ് ജനങ്ങളുടെ വിഷയം അദ്ദേഹം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. പാർലമെന്റിൽ, ലോക്സഭയിൽ ശ്രീ പ്രേമചന്ദ്രൻ അവതരിപ്പിക്കുന്ന വിഷയങ്ങളുടെ വൈവിധ്യവും അതിൻ്റെ ഉൾക്കാഴ്ചയുള്ള അവതരണ ശൈലിയും അതിനും അപ്പുറത്തേക്ക് ജനപക്ഷ നിലപാടും അത്ഭുതത്തോടു കൂടി മാത്രമാണ് ഞങ്ങൾ ഓരോരുത്തരും നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ ലോക്സഭയിലെ ഹാജർ നില, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ അവരുടെ MP-മാർക്ക് പരിശീലനം നൽകുമ്പോൾ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ശ്രീ പ്രേമചന്ദ്രന്റെ പാർലമെന്ററി പ്രവർത്തനങ്ങൾ കണ്ടു പഠിക്കൂ എന്നാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യം ആദരിക്കുന്ന മികച്ച പാർലമെന്റേറിയനായ ശ്രീ NK പ്രേമചന്ദ്രൻ. അതേസമയം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും അദ്ദേഹം ഉണ്ട്. അദ്ദേഹം അങ്ങ് അച്ചൻകോവിൽ മുതൽ ഇങ്ങ് കന്നേറ്റി പാലം വരെയുള്ള പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിരന്തരമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട്, ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഓടിയെത്തിക്കൊണ്ട്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ കുടുംബാംഗത്തെ പോലെ കഴിയുന്നു. ആ സ്ഥാനത്ത് ശ്രീ മുകേഷ് കേരള നിയമസഭയിൽ കൊല്ലം നിയോജകമണ്ഡലത്തിന്റെ ഏതെങ്കിലും ഒരു ആവശ്യം ഉന്നയിക്കുന്നതായിട്ട് കേൾക്കാനിടയായിട്ടില്ല. അദ്ദേഹം ആണ്ടിലൊരിക്കൽ നിയമസഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്ന് രാഷ്ട്രീയ എതിരാളികളെ പരിഹസിച്ചും പഞ്ച് ഡയലോഗ് അടിച്ചും സാന്നിധ്യം അറിയിച്ചിട്ട് ഇറങ്ങി പോകുന്നതിനപ്പുറത്തേക്ക് ജനപക്ഷ നിലപാടെടുത്ത് ഇന്നൊരു അദ്ദേഹത്തെ കണ്ടിട്ടില്ല. വ്യക്തി ജീവിതത്തിലോ പൊതുജീവിതത്തിലോ പൊതുജന സാമാന്യത്തിന് അനുകരിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനവും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കൊല്ലം നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ, കൊച്ചുകുട്ടികളടക്കം ഗതികെട്ട്, അവരുടെ പ്രശ്നങ്ങൾ ഗതികെട്ട് സ്വന്തം MLA വിളിക്കുമ്പോൾ, ഇന്നാളൊരു അഷ്ടമുടിയിൽ നിന്ന് ഏതോ ഒരു ചെറുപ്പക്കാരൻ MLA വിളിച്ചപ്പോൾ നീ ആ ബിന്ദുകൃഷ്ണ പറഞ്ഞിട്ടിട്ട് വിളിക്കുകയില്ലേ എന്ന് ചോദിക്കുന്നു. പിന്നെ ചീത്ത വിളിക്കുന്നു തൻ്റെ വോട്ടർമാരെ, അദ്ദേഹം ആക്ഷേപിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് ഒരു ജനപ്രതിനിധിയാകാൻ, നല്ലൊരു കലാകാരനാണ്, അഭിനേതാവ് എന്ന നിലയിൽ ശ്രീ മുകേഷിനെ ഒരുപാട് ആരാധിക്കുന്ന ആയിരക്കണക്കിന് മലയാളികൾ ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷേ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു മാർക്ക് പോലും കൊടുക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ആളിനെ പിടിച്ച് ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയത് വഴി
അതോടൊപ്പം തന്നെ ശ്രീ പ്രേമചന്ദ്രനെതിരായിട്ട് സ്ഥാനാർത്ഥിയാക്കിയത് വഴി CPM എന്ത് സന്ദേശമാണ് നൽകുന്നത്? ആളുകൾ പറയുന്നു പിണറായി വിജയന്റെ വലം കൈ, അതുകൊണ്ട് പിണറായി വിജയൻ ഇഷ്ടമായതുകൊണ്ട് സീറ്റ് കിട്ടുന്നില്ല. പക്ഷെ കൊല്ലം പാർലമെന്റിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ ജനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തി കൊടുക്കും. വികസന പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുക്കാത്ത, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് യാതൊരു ഇടപെടലും നടത്താത്ത, വ്യക്തിപരമായി പോലും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സ്വന്തം പാർട്ടിക്കാരെ കാര്യത്തിൽ പോലും ഓടിയെത്താത്ത ഒരു അങ്ങേയറ്റം നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അമ്പേ പരാജയമായ ശ്രീ മുകേഷിന് പാർലമെന്ററി പ്രവർത്തനത്തിൽ അംഗീകാരം ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല.